ഇന്നത്തെ റെസിപ്പി കോളിഫ്ലവർ പക്കോഡാസ്. ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ചെറുതാക്കി കഷ്ണങ്ങളാക്കി അടർത്തിയെടുത്തതിന് ശേഷം 10 മിനിറ്റ് ഉപ്പിട്ട ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു വലിയ ബൗളിൽ 2 കപ്പ് കടലമാവ്, 1/2 കപ്പ് മൈദമാവ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇവ എടുത്തു വയ്ക്കുക. ഒരു മീഡിയം സൈസ് സവോള, 1 പിടി മല്ലിയില, 2 പച്ചമുളക്, 2 തണ്ട് കരിവേപ്പില ഇവ ചെറുതാക്കി അരിഞ്ഞ് വയ്ക്കുക. ഇനി ഈ കടലമാവും മറ്റു പൊടികളും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് സവോള കൂട്ട് അരിഞ്ഞത് ചേർത്ത് കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ലൊരു തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നല്ലൊരു തിക്ക് ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതിലേക്ക് വൃത്തിയാക്കിയ കോളിഫ്ലവർ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നാക്കി ഇളക്കി യോജിപ്പിക്കണം. കോളിഫ്ലവർ കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തും മാവ് നന്നായിട്ട് പിടിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചു. ഇനി ഇത് നമുക്കൊരു ചൂടായ എണ്ണയിൽ വറുത്ത് കോരാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 200 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കോളിഫ്ലവർ കഷ്ണങ്ങളും ബാറ്ററും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എല്ലാ കഷ്ണങ്ങളും മറിച്ചിട്ട് കൊടുക്കണം. എല്ലാ സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വന്നതിന് ശേഷം നമുക്കൊരു ഇതുപോലെ ഒരു സ്ട്രെയിനർ ടൈപ്പ് ചട്ടുകം ഉപയോഗിച്ച് ഇതെല്ലാം വറുത്ത് കോരാം. ബാക്കിയുള്ള കോളിഫ്ലവർ മാവ് മിക്സും ഇതുപോലെ വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വളരെ ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ പക്കോഡാസ് റെഡി. ടൊമാറ്റോ സോസ് ചട്നിയൊക്കെ കൂട്ടി കഴിക്കാം. താങ്ക് യു.